മുന്തിരി വള്ളി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ 2 മാസം പ്രായമായ ഒരു മുന്തിരി വള്ളിയാണ്. ഈ മുന്തിരി വള്ളി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഈ ഭാഗത്ത് നിന്ന് ധാരാളം ശാഖകൾ പലതായിട്ട് വളർന്നു വരും. അങ്ങനെ വളർന്നു വരുന്ന ശാഖകളിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു 2-3 എണ്ണം മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ നമ്മൾ അവിടെ വെട്ടിമാറ്റണം. അങ്ങനെ വളർത്തിയിട്ടുള്ള 3 എണ്ണം നമ്മളിവിടെ വളർത്തിയിരുന്നു. 3 എണ്ണമാണിത്. അങ്ങനെ വളർത്തിയിരുന്ന 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് വളരുന്ന വള്ളി ഇതാണ്. അപ്പോൾ ഈ നന്നായിട്ട് വളരുന്ന ഒരു വള്ളി മാത്രം വെച്ചതിന് ശേഷം ബാക്കി 2 എണ്ണവും നമ്മളിവിടെ വെട്ടി മാറ്റിയിരിക്കുകയാണ്. കാരണം അതായത് മുഴുവൻ എനർജിയും ഈ വള്ളിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെട്ടി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഇതിനെ നന്നായിട്ട് വളർത്തുക. ഇനി ഒരു നന്നായിട്ട് ഈ വള്ളി ഈ തണ്ട് ഒരു പെൻസിലിൻ്റെ വണ്ണം എത്തുന്നത് വരെ നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ അനുവദിക്കുക. കൂടാതെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വരെ ശാഖകളെല്ലാം നമ്മൾ നുള്ളി മാറ്റിക്കളയുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കേരളത്തിൽ നല്ല മഴയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയുടെ ഒരു പൂപ്പൽ ബാധ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വള്ളി നശിച്ചു പോകാൻ കാരണമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡോ മിശ്രിതം തളിക്കണം. അതല്ലെങ്കിൽ ഒരു രാസ കീടനാശിനിയുണ്ട്, കോപ്ലോൺ എന്ന് പറയുന്ന ഈ കീടനാശിനിയോ തളിച്ചു കഴിഞ്ഞാൽ വള്ളിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വള്ളിയിൽ മഴക്കാലത്ത് 2-3 ദിവസം ഇടവിട്ട ദിവസങ്ങളിൽ ഈ കീടനാശിനി തളിച്ചെങ്കിൽ മാത്രമേ ഈ കുമിൾ രോഗത്തിൽ നമുക്ക് ഈ വള്ളിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി കഴിയൂ. അപ്പോൾ ആ കുമിൾ രോഗം ബാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ വള്ളി കാണുന്നത്. അപ്പോൾ ഇനി ഈ വള്ളിയെ നമ്മൾ നന്നായിട്ട് വളരാൻ വേണ്ടി അനുവദിക്കുക. അങ്ങനെ ഒരു 3 മാസം ഈ തണ്ട് ഒരു പെൻസിൽ വണ്ണമാകുന്ന വരെ നന്നായിട്ട് വളർത്തിയതിന് ശേഷം നമുക്ക് ഇതിനെ ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും 2 ശാഖകളായിട്ട് വളർത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മുന്തിരി വള്ളി പടർത്താനും കൃഷി ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു ചെറിയൊരു അറിവ് എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പരീക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.